OTTയുടെ വരവോടെ കേരളത്തിന് പുറത്തേക്കും മലയാള സിനിമാ പ്രേക്ഷകരുടെ എണ്ണം വളർന്നിട്ടുണ്ട്. സാധാരണ സിനിമാ പ്രേമികൾ മുതൽ സിനിമാ മേഖലയിൽപ്പെട്ട പ്രമുഖർ അടക്കം ഇക്കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വലിയൊരു ക്യാൻവാസിലാണ് മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്തും റിലീസ് ചെയ്യുന്നത്. തെലുങ്ക് സൂപ്പർ താരം നാനിയും മലയാള സിനിമകളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സിനിമകൾ കാണുന്നത് ഒത്തിരി ഇഷ്ടമുള്ള നാനി മലയാളം സിനിമകളും കാണാറുണ്ടെന്ന് പറയുകയാണ് ഒരു അഭിമുഖത്തിൽ. തനിക്ക് മലയാള സിനിമകൾ ഇഷ്ടമാണെന്നും കാണാൻ ശ്രമിക്കാറുണ്ടെന്നും നാനി പറയുന്നു. മാത്രമല്ല, മലയാളത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും നാനി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മലയാള ചിത്രങ്ങൾ തെലുങ്കുവിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള താല്പര്യവും നാനി പ്രകടിപ്പിക്കുന്നുണ്ട്. തനിക്ക് മമ്മൂട്ടി അഭിനയിച്ച ഒരു മലയാള ചിത്രം തെലുങ്കുവിലേക്ക് റീമേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് നാനി പറയുന്നത്. നാനിയുടെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഭീഷ്മപർവ്വം താൻ തിയേറ്ററിൽ പോയി കണ്ടതാണെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ ലൂസിഫർ എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്നതാണെങ്കിൽ അതും പോയി താൻ കാണാറുണ്ടെന്നും നാനി പറയുന്നു. മലയാളത്തിൽ നിന്നും ഓഫറുകൾ തനിക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് തനിക്ക്. പക്ഷെ അതിനുള്ള പ്ലാനിംഗ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഒരു മലയാള ചിത്രം തെലുങ്കുവിലേക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഭീഷ്മപർവ്വം റീമേക്ക് ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടിയുടെ ആ ഇമേജ് കിട്ടണമെങ്കിൽ തനിക്കും കുറച്ച് പ്രായമാകണമല്ലോ, എന്നിട്ടല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നാനി അഭിമുഖത്തിൽ പറയുന്നത്. അമൽ നീരദിനൊപ്പം പ്രവർത്തിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും നാനി പറയുന്നു. അമൽ നീരദിന്റെ സിനിമകൾ തനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാണ് നാനി പറയുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പറ്റിയും നാനി പറയുന്നുണ്ട്. ലിജോ ഭീകരനാണ്, ഒപ്പം അൽഫോൺസ് പുത്രനും അടിപൊളിയാണെന്നാണ് നാനിയുടെ വാക്കുകൾ. തെലുങ്കിൽ ദുൽഖർ സൽമാന് വേണ്ടി മണിരത്നം പറഞ്ഞിട്ട് ഡബ്ബ് ചെയ്തിരുന്നുവെന്നും തനിക്ക് വേണ്ടി ഇവിടെ ഒരു സിനിമയിൽ ദുൽഖർ ഡബ്ബ് ചെയ്താൽ സന്തോഷമാണെന്നും നാനി പറയുന്നു. സിനിമകൾ പരാജയപ്പെടുമ്പോൾ താൻ തകർന്നു പോകാറില്ല, പകരം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചത് എന്ന് കൂടുതൽ ചിന്തിക്കുകയാണ് ചെയ്യുക. ശ്യാം സിംഗ് റോയ് ഒരു ആവറേജ് സിനിമയായിരുന്നുവെന്നും പക്ഷേ അത് OTTയിൽ വന്നപ്പോൾ മലയാളികളും കണ്ടുവെന്നും അത് തന്നോടുകൂടിയുള്ള സ്നേഹമാണെന്ന് കരുതുന്നതായും നാനി പറഞ്ഞു. ഈച്ച എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് നാനി എന്നറിയപ്പെടുന്ന ഖണ്ഡ നവീൻ ബാബു. അഷ്ടചമ്മ എന്ന തെലുങ്കു ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ നാനിയുടെ കരിയറിൽ വലിയ ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഈച്ച. തുടർന്ന് ജേഴ്സി, ശ്യാം സിംഗ് റോയി, ഹൈ നന്ന തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായെത്തുകയും ശ്രദ്ധേയമായി പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ശ്യാം സിംഗ് റോയി ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിച്ചില്ല എങ്കിലും അതിലെ ശ്യാം സിംഗ് റോയി എന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും നാനിയുടെ അഭിനയത്തെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഗൗതം വസ്തു മേനോൻ സംവിധാനം ചെയ്ത നീതാനയൻ പൊൻവസന്തം തമിഴ് ചിത്രത്തിന്റെ റീമേക്കായ ഏതോ വെള്ളിപ്പോയി നിന്റെ മനസ്സു എന്ന ചിത്രത്തിലെ നാനിയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹെയ്നയാണ് നാനിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.